അവൻ്റെ അച്ഛനെയും അമ്മയെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. അച്ഛനും അമ്മയും സാധാരണ ആൾക്കാർ, അമ്മയൊക്കെ എന്നെയൊക്കെ തിരക്കുന്നുണ്ട് ഞാനെവിടെയാണെന്നൊക്കെ. അപ്പം പത്രങ്ങളിൽ അമ്മ നോക്കുമായിരുന്നു, ഇനിയും എവിടെയെങ്കിലും റെയിൽവേ സ്റ്റേഷനിലോ എവിടെയൊക്കെ കിടപ്പുണ്ടോ എന്നൊക്കെ അമ്മ നോക്കുമായിരുന്നു. ഈ വീട്ടിലേക്ക് കയറി ചിലപ്പോൾ സിനിമക്കാരനായിട്ടാണോ ചെയ്യുന്നത്? അല്ലല്ല, ഹോട്ടൽ പണി തന്നെയായിരുന്നു. ഇപ്പോൾ അവരുടെയൊക്കെ അവസ്ഥ എന്താ? ഇപ്പോൾ എല്ലാവരും ഹാപ്പിയാണ്. ബസ്സിൻ്റെ ഭക്ഷണം കഴിക്കാൻ പൈസ ഇട്ടായിരുന്നു. ഇല്ല, അപ്പം രാത്രിയിലൊരു ഭക്ഷണം കഴിക്കാനായിട്ട് അവിടെ ചെന്നത്. അങ്ങനെ ഹോട്ടൽ പണി ചെയ്തു. ഹോട്ടൽ പണിയിൽ നിന്നാണ് പിന്നെ ആ ഒരു സൗഹൃദം വഴിയാണ് സിനിമയിലെത്തിയത്. ഹോട്ടലിൽ എന്ത് ജോലി ചെയ്തത്? ആദ്യമേ പാത്രം കഴുകുന്ന ജോലിയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് വെയിറ്ററായി ഇങ്ങനെ പ്രൊമോഷൻ കിട്ടി. ഒത്തിരി അപകടം നമ്മൾ നേരിട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് വേറൊരു സിനിമ ഞാൻ പ്ലാൻ ചെയ്തിരുന്നു. ചേട്ടൻ ആദ്യം പറയുന്നത് തന്നെ മഹാത്മാ അയ്യങ്കാളിയുടെ ജീവചരിത്രം അത് നമ്മൾ അനൗൺസ് ചെയ്തു. അപ്പം അന്ന് നമ്മൾ മമ്മൂക്കിയായിരുന്നു ആ സിനിമയിൽ കാസ്റ്റ് ചെയ്തത്. വിവേക് ഒബ്രോയ് അങ്ങനെ വലിയ വിവേക് ഒബ്രോയെ പോലുള്ള ആളുകളെ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യുന്നുണ്ട്. ആരാണ് മഹാത്മാ അയ്യങ്കാളി എന്ന് പറയുന്ന നവോത്ഥാന നായകൻ ആരാണെന്ന് ഇവിടുത്തെ യുവതലമുറയിൽ വരുന്ന തലമുറയ്ക്ക് അറിയിച്ചു കൊടുക്കണം. അതാണ് എൻ്റെ ലക്ഷ്യം. നമസ്കാരം. കുറച്ച് കാലങ്ങൾക്ക് മുൻപ് വരെ എറണാകുളം പാലാരിവട്ടത്തെ ഒരു ഹോട്ടലിന് പിന്നിൽ പാത്രം കഴുകി ജീവിതം മുന്നോട്ട് നയിച്ചയാൾ ഇന്ന് സിനിമാ സംവിധായകനാവുകയാണ്. അതും മഹാത്മാ അയ്യങ്കാളിയുടെ ജീവചരിത്രം സംവിധാനം ചെയ്യുന്നു. ഇതിനു പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുകളുടെ കഥയുണ്ട്. ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി ജീവിച്ച ഒരു മനുഷ്യൻ്റെ കഥയുണ്ട്. ആളെ നമുക്കൊന്ന് നേരിട്ട് കാണാം. നമസ്കാരം. ഇതാണ് ഞാൻ പറഞ്ഞ സംവിധായകൻ അരുൺ രാജ്. ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെയാണ് മുന്നോട്ട് വന്നത്. ജീവിതം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കൂട്ടിമുട്ടിക്കാൻ ഒരുപാട് പാടുപെട്ട ആളാണല്ലേ. കൂടുതൽ വിശേഷങ്ങൾ അരുൺ തന്നെ പറയട്ടെ. എവിടെയാണ്, നാട് എവിടെയാണ്? അതായത് ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാട് പള്ളിപ്പാട് എന്ന് പറയുന്ന സ്ഥലമാണ്. എങ്ങനെയാണ് ഈ സിനിമയുടെ വഴിയിലേക്ക് പോകും? സിനിമ ചെറുപ്പം പോലെ ഒരാഗ്രഹമാണ്. ആഗ്രഹം കൊണ്ടാണ് ഇവിടെ എറണാകുളം പോലുള്ളൊരു സ്ഥലത്തെത്തിയത്. എറണാകുളത്ത് എത്തിയിട്ട് സിനിമയല്ലല്ലോ ആദ്യം ചെയ്തത്. അല്ലല്ല, ഇവിടെ സൗഹൃദം നമുക്ക് ഇവിടെ എത്തിയപ്പോഴത്തേക്കും സൗഹൃദം ആരും ഇല്ലായിരുന്നു. ഒത്തിരി സ്ഥലങ്ങളൊക്കെ അന്വേഷിച്ചു, ഒന്നും അവസരങ്ങളൊന്നും കിട്ടിയില്ല. പിന്നെ ഇവിടെ ഇത്രയും വലിയൊരു സിറ്റിയിൽ നിൽക്കണമെങ്കിൽ എന്തെങ്കിലും ഫുഡും കാര്യങ്ങളെല്ലാം വേണം. അങ്ങനെ ഹോട്ടൽ പണി ചെയ്തു. ഹോട്ടൽ പണിയിൽ നിന്നാണ് പിന്നെ ആ ഒരു സൗഹൃദം വഴിയാണ് സിനിമയിലെത്തിയത്. ഹോട്ടലിൽ എന്ത് ജോലി ചെയ്തത്? ആദ്യമേ പാത്രം കഴുകുന്ന ജോലിയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് വെയിറ്ററായി ഇങ്ങനെ പ്രൊമോഷൻ കിട്ടി. ഇത് പാലാരിവട്ടത്ത് ഏത് ഹോട്ടലാണ്? പാലാരിവട്ടത്ത് ഡി പാരീസ് എന്ന് പറയും. അവിടെ ജോലി തന്നു അവർ? അതൊരു രാത്രിയിൽ ചെന്നതാണ്. ഭക്ഷണം കഴിക്കാനായിട്ട് തന്നെയാണ്. അതായത് ഭക്ഷണം ചോദിച്ചു തന്നെയാണ്, വിശന്നിട്ട് ഭക്ഷണം ചോദിച്ചു തന്നെയാണ്. അങ്ങനെ അവർ നമുക്കൊരു അതായത് വിശന്ന ഭക്ഷണം കഴിക്കാൻ പൈസ ഇട്ടായിരുന്നു? ഇല്ല, അപ്പം രാത്രിയിലൊരു ഭക്ഷണം കഴിക്കാനായിട്ട് അവിടെ ചെന്നതാണ്. അപ്പം അതുകാരണം ഞാൻ ചോദിച്ചതാണ്, അവിടുത്തെ ഇക്കയോട് ചോദിച്ചാണ് ഒരു ജോലി തരാമോന്ന്. അതായത് കയ്യിൽ പണമില്ലാതെ ഭക്ഷണം കഴിക്കാനെത്തി, ഭക്ഷണം തന്നു, ജോലിയും തന്നു. അവരോട് പറഞ്ഞു എൻ്റെ കയ്യിൽ കാശില്ല. അത് ഞാൻ പറഞ്ഞു. അത് ഇച്ചിരി വെള്ളമാണ് ചോദിച്ചത്. വെള്ളം ചോദിച്ചപ്പം അപ്പോൾ എന്നോട് വേഷമൊക്കെ കണ്ടിരുന്നു. വേഷമൊക്കെ ഇതിനേക്കാളും മോശം വേഷമാണ്. ഇപ്പോൾ നല്ല വേഷം, ഇതിനേക്കാളും മോശം വേഷമാണ്. അവർ ചോദിച്ചപ്പം പറഞ്ഞു വിശന്നിട്ടാണെന്ന് പറഞ്ഞു. വിശന്നപ്പോൾ ഒരു പൊറോട്ടയും ഗ്രേവിയും തന്നു, വെള്ളവും തന്നു. അങ്ങനെ അവിടെ അത് കഴിഞ്ഞിട്ട് ഞാൻ ചോദിക്കുന്നത് ഒരു പണി തരാമെന്ന് ചോദിക്കുന്നു. പിന്നെ പണി ജോലി. ഇത് ഏത് വർഷം? അത് 2009, 2010 സൈനസ്. അവിടെ നിന്നുകൊണ്ട് ജോലി ചെയ്തുകൊണ്ട് തന്നെ സിനിമക്കാരുമായിട്ട് ബന്ധം സ്ഥാപിച്ചു. എന്താ? അതല്ല, അത് കുറേ നാൾ കഴിഞ്ഞിട്ടാണ്. പിന്നെ ആദ്യമേ നമുക്കൊരു നിലനിൽപ്പ് വേണമായിരുന്നു. നിലനിൽപ്പ് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ രാത്രിയിൽ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് അവിടെ രാത്രി 12 മണി 1 മണി വരെയാണ് ആ ഹോട്ടലിൽ നടക്കുന്നത്. അപ്പോൾ ഷൂട്ട് കഴിഞ്ഞ് വരുന്ന ടെക്നീഷ്യന്മാരൊക്കെ അവിടെ വന്ന് ഫുഡ് കഴിക്കാറുണ്ടായിരുന്നു. അപ്പം അങ്ങനെ സൗഹൃദമായതാണ് സിനിമയിലൊക്കെ വഴി തുടങ്ങിയത്. അങ്ങനെ സൗഹൃദത്തിൻ്റെ പേരിൽ സിനിമയിൽ ചാൻസ് ചോദിച്ചോ? അങ്ങനെ ചാൻസ് ഒന്നും ചോദിച്ചില്ല. അപ്പോൾ നമ്മുടെ ഓണർ പറയുകയും ചെയ്തു, ആ നാട്ടിൽ നിന്നൊക്കെ വന്നതാണ്. ഇങ്ങനെ ഒരു അവിടുത്തെ വലിയൊരു ക്യാമറാമാൻ വന്നിരുന്നു. ക്യാമറമാനോട് പറഞ്ഞു. അപ്പം ക്യാമറമാൻ പറഞ്ഞു ഒന്നും പഠിക്കാതെ എങ്ങനെയാണ് ആരെങ്കിലും അസിസ്റ്റൻ്റ് ചെയ്യുക അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കുകയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഒരു സിനിമയിലൊക്കെ പോയി നമ്മൾ പറഞ്ഞത്. ഞാൻ അസിസ്റ്റ് ചെയ്യാൻ പോയോ? അസിസ്റ്റ് ചെയ്തു, പിന്നെ കോഴ്സ് ചെയ്തു, സിനിമാറ്റോഗ്രാഫിയുടെ കോഴ്സ് ചെയ്തു. അങ്ങനെ സിനിമയൊക്കെ ചെയ്തു. അങ്ങനെ ക്യാമറ പഠിച്ചു. അങ്ങനെ ക്യാമറമാനായി. ക്യാമറമാനായ ശേഷം പിന്നെ എന്താ ഫസ്റ്റ് വർക്ക് ചെയ്തു? ഫസ്റ്റ് ഷോർട്ട് ഫിലിം ചെയ്തു. ഇവിടെ തന്നെ എറണാകുളത്ത് തന്നെ ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു, കലൂര് തന്നെ. ആ ഷോർട്ട് ഫിലിമിന് സ്റ്റേറ്റിൽ നല്ല മികച്ച ക്യാമറമാനുള്ള അവാർഡ് കിട്ടി. പിന്നെ സ്റ്റോറിക്ക് കിട്ടി. ആ ഡയറക്ടറിങ് ഞാനാണ് ചെയ്തത്. എൻ്റെ സ്റ്റോറി എഴുതി? ആ സ്റ്റോറി എഴുതി. നൊമ്പരയാത്ര എന്നാണ് എൻ്റെ പേര്. അതായത് നൊമ്പരയാത്ര എന്ന് പറയുമ്പോൾ ഈ ജീവിതത്തിൻ്റെ നടന്നിട്ടുള്ള സംഭവങ്ങൾ ചേർത്ത് വെച്ച് എഴുതിയതാണോ? അല്ലല്ല, അതൊരു പെൺകുട്ടിയുടെ ഒരു കഥയാണ്. അവഗണിക്ക് ചെയ്തു. അരുണിൻ്റെ ജീവിതത്തിലുണ്ടായ സംഭവങ്ങളൊക്കെ കഥയാക്കി മാറ്റിയോ? ഇല്ല, അത് കഥയാക്കി മാറ്റിയില്ല.
കാരണം ഒരുപാട് അവഗണനകൾ നേരിട്ടിട്ടുണ്ടെന്ന് അരുണ് സ്വകാര്യമായിട്ട് നമ്മൾ സംസാരിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ. എന്തൊക്കെയായിരുന്നു ആ അവഗണന ഓർത്തെടുക്കാൻ പറ്റും? അവഗണന എന്ന് പറയുമ്പോൾ ഇപ്പം ഒത്തിരി അവഗണന നമ്മൾ നേരിട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് വേറൊരു സിനിമ ഞാൻ പ്ലാൻ ചെയ്തിരുന്നു. അപ്പോൾ ചേട്ടൻ ആദ്യം പറഞ്ഞത് തന്നെ മഹാത്മാ അയ്യങ്കാളിയുടെ ജീവചരിത്രം അത് നമ്മൾ അനൗൺസ് ചെയ്തു. അപ്പം അന്ന് നമ്മൾ മമ്മൂക്കിയായിരുന്നു ആ സിനിമയിൽ കാസ്റ്റ് ചെയ്തത്. ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്, ഏതൊരു ആളുടെ ആഗ്രഹമാണ് മമ്മൂക്കി എന്ന് പറഞ്ഞൊരു നടനെ വെച്ച് പടം ചെയ്യാന്നുള്ളത്. ഞാനും മമ്മൂക്കിയായിട്ടുള്ളൊരു പടം ഞാനത് പോസ്റ്റ് ഇട്ടപ്പോഴത്തേക്കും അതിൻ്റെ അടിയിൽ വന്നൊരു നെഗറ്റീവ് കമൻ്റ് ആയിരുന്നു. അതൊരു ജാതിപരമായിട്ടുള്ളൊരു കമൻ്റ് ആയിരുന്നു. അത് നമ്മൾ വിട്ട കേസാണ്, എന്നാലും ഇപ്പോൾ ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ശരിയാണ്. വളരെ ദുഃഖകരമായിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിരുന്നു അല്ലേ? ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ളൊരു പരീക്ഷണത്തിലും എത്തി അല്ലേ? ആ സിനിമ, അതായത് മമ്മൂക്കയുടെ ഫോട്ടോ വെച്ചിട്ട് ഒരു സിനിമയുടെ പോസ്റ്റർ ചെയ്തു അല്ലേ? അത് മമ്മൂക്കയുടെ അനുഭവത്തോടു കൂടിയാണോ ചെയ്തത്? മമ്മൂക്ക അന്ന് ഈ പോസ്റ്ററൊക്കെ വന്നപ്പോഴത്തേക്കും എല്ലാവരും ഈ ഒരു ചോദ്യം ചോദിക്കുകയൊക്കെ ചെയ്തായിരുന്നു. അന്ന് മമ്മൂക്കയുടെ അനുവാദത്തോടാണോ ഇത് ചെയ്തതെന്നൊക്കെ. യഥാർത്ഥത്തിൽ മമ്മൂക്കയുടെ അതൊരു ക്യാരക്ടർ സ്കെച്ചാണ് നമ്മൾ ചെയ്തത്. അയ്യങ്കാളിയെ വെച്ചിട്ട് അത് ക്യാരക്ടർ സ്കെച്ചാണ് ചെയ്തത്. എന്നിട്ട് അത് നമ്മൾ സൗഹൃദങ്ങളിൽ പങ്കുവെച്ചു, എല്ലായിടത്തും പങ്കുവെച്ചു. അത് പക്ഷേ ഒരുപാട് ആളുകളിലേക്ക് എത്തിയല്ലോ. മമ്മൂട്ടി കതിരവൻ ഒത്തിരി മഹാത്മാ അയ്യങ്കാളിയായി മമ്മൂട്ടി എത്തുന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വാർത്തകളൊക്കെ ആ സമയത്ത് വന്നിരുന്നു. പിന്നീട് അതങ്ങ് നിലച്ചു പോയി അല്ലേ? വിലച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് മമ്മൂക്കെ ഞങ്ങൾ അവസാനമായിട്ട് തമിഴ്നാട്ടിൽ ഇപ്പോൾ കലിംഗ എന്ന് പറഞ്ഞൊരു പടം പുള്ളി ലാസ്റ്റ് ചെയ്ത് പടത്തിൻ്റെ ഷെഡ്യൂൾ നടക്കുന്നത് തമിഴ്നാട്ടിലായിരുന്നു. അവിടെ പോയി കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ പിന്നീട് വന്നു. അപ്പോൾ അതൊക്കെ കൊണ്ട് മാറി നമ്മൾ സിജു വിൽസൺ എന്ന് പറയുന്ന പുതുമുഖമല്ല, ഇപ്പോൾ ഇനിയും വരുന്ന കാലഘട്ടത്തിൽ പുള്ളിയായിരിക്കും സൂപ്പർ സ്റ്റാർ പദവിയിലെത്തും എന്നുള്ളൊരു ടാലൻ്റ് ഉള്ള. സിജു വിൽസൺ ഇതിനു മുമ്പ് വിനയൻ സാറിൻ്റെ ഒരു പടം ചെയ്തിരുന്നു 19ാം നൂറ്റാണ്ടിൽ. അതിൽ നായകനായിട്ട്. അപ്പോൾ വീണ്ടും ചരിത്ര നായകനായാണ്. അതിൽ ആറാട്ടുപുഴ വേലായുധ പണിക്കരായിട്ടായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ അടുത്ത സിനിമയിൽ മഹാത്മാ അയ്യങ്കാളിയൊക്കെ വരുന്നു. സിജു വിൽസനൊക്കെ എത്തിയത് എങ്ങനെയാണ്? സിജു വിൽസണിൽ എത്തിയത് നമുക്ക് മമ്മൂക്ക എന്ന് പറയുമ്പം അറിയാലോ, ആര് ചരിത്ര സിനിമകൾ എടുത്താലും അത് മമ്മൂക്കയിലാണ് അത് എത്തി തീർത്തുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ നമുക്ക് ചിന്തിക്കാനുള്ളത്, പിന്നെ പുള്ളി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. വിനയൻ സാറിനെ പോലുള്ള വലിയൊരു ഡയറക്ടറിൻ്റെ പടത്തിൽ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു ഒരു ചരിത്ര സിനിമയിൽ നായകനാകാൻ പറ്റുമെന്നുള്ളത്. നമുക്ക് രണ്ടാമതൊന്നും ചിന്തിക്കേണ്ട ആവശ്യം വന്നില്ല. സിജു വിൽസണിലാണ് ആ ക്യാരക്ടർ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ഒരു കാര്യം നമ്മൾ വിട്ടുപോയി. ഈ ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്തതിനു ശേഷം ഒരു സിനിമ തിയേറ്റർ റിലീസ് ചെയ്തു. രണ്ട് സിനിമകൾ ചെയ്തു. രണ്ട് സിനിമ തിയേറ്ററിൽ വന്നു. അതിന്റെ പ്രതികരണം എങ്ങനെയായിരുന്നു? ആദ്യത്തെ സിനിമ എന്ന് പറഞ്ഞാൽ ക്യാമറ ചെയ്ത സിനിമയായിരുന്നു, വെൽക്കം ടു പാണ്ടിമല എന്ന് പറഞ്ഞു. അതിന് ക്യാമറമാനായിരുന്നു. രണ്ടാമത് ചെയ്തതാണ് എഡ്വിൻ്റെ നാമം. അത് എഡ്വിൻ്റെ നാമം, അത് കുരിശൻ എന്നായിരുന്നു ആദ്യമേ സിനിമയുടെ പേര്. എഡ്വിൻ്റെ നാമം കുരിശെന്തോ വിവാദമായിരുന്നു. അതിന്റെ പേര് മാറ്റണമെന്ന് സെൻസർ ബോർഡിൽ ഭയങ്കര വിഷയമായിരുന്നു. അതിന്റെ പിന്നെ കുരിശ് വരുന്ന ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. 1.25 സിനിമ അത് നമുക്ക് 1:20 സെൻസർ ബോർഡിന്റെ മുറിച്ച് കളയേണ്ടി വന്നു. സുരേഷ് ഗോപിയുടെ സിനിമ പോലും മുറിക്കുന്ന അവസ്ഥ എത്തിയിരുന്നു. അപ്പൊ പിന്നെ അരുണിന്റെ സിനിമയുടെ കാര്യം പറയണം. അപ്പോൾ അതിനുശേഷമാണ് വലിയൊരു സിനിമ, ചെറിയ ക്യാൻവാസ് അല്ല, വലിയ ക്യാൻവാസ്, വലിയ പ്രമുഖ മലയാളത്തിലെയും തമിഴിലെയും പ്രമുഖ ആർട്ടിസ്റ്റുകൾ അഭിനയിക്കുന്ന സിനിമയാണ്. മഹാത്മാ അയ്യങ്കാളിയുടെ ജീവചരിത്രം സിനിമയാക്കി ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. എത്രത്തോളം പ്രതീക്ഷ ഉണ്ടായിരുന്നു? ഇത്രത്തോളം പ്രതീക്ഷ ഉണ്ടോ? ഇത് പലരും എന്നോട് ഈ സിനിമ ചെയ്യുന്നതിന് മുന്നേ ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് ഈ ഒരു സബ്ജക്റ്റ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചു. ഞാനൊരു മറുപടിയെ പറയുന്നത്, ഇതിന് മുമ്പേ ഒത്തിരി മഹാത്മാരുടെ സിനിമകൾ വന്നിട്ടുണ്ട്. ഇപ്പം ചേട്ടൻ അവസാനം പറഞ്ഞിട്ട് തന്നെ ആറാട്ടുപുഴ പണിക്കർ, അങ്ങനെ ഒത്തിരി മഹാത്മാന്മാർ. പക്ഷെ അതിനെക്കാട്ടിലും നവോത്ഥാന നായന്മാർ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. കാരണം ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു വിദ്യാഭ്യാസം എന്നത് ഏതൊരു ജനതയ്ക്കും അത്യാവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടിയുടെ കരം പിടിച്ച് സ്കൂളിലേക്ക് എത്തി, ഇവൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ പാഠങ്ങൾ കൊയ്യാൻ വരുന്നില്ലെന്ന് പറഞ്ഞ വളരെ വലിയൊരു നവോത്ഥാന നായകനാണ് മഹാത്മാ അയ്യങ്കാളി. വളരെ ധീരനായ ഒരു നേതാവായി മാറുന്നത് അങ്ങനെയാണ് ജനമനസ്സുകളിൽ സ്ഥാനം പിടിക്കുന്നത്. പിന്നീട് ഓരോ മനുഷ്യർക്കും അതിൽ താഴ്ന്നവനെന്നോ ഉയർന്നവനെന്നോ ഇല്ലാതെ, അത് ജാതീയപരമായ വേർതിരിവില്ലാതെ സാധാരണക്കാരായ ആളുകൾക്ക് വിദ്യാഭ്യാസം നൽകണമെന്ന് പറഞ്ഞ ആളാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അയ്യങ്കാളിയുടെ ജീവചരിത്രം എടുത്ത് സിനിമ ചെയ്യുമ്പോൾ എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ്. കാരണം ഒരു തുടക്കക്കാരനാണ്, ചെറിയ 2 സിനിമകൾ ചെയ്തു. ഇത് ചെറിയ ക്യാൻവാസ് അല്ല, ഒരുപാട് പരീക്ഷണ നിരീക്ഷണങ്ങളുണ്ട്, പാരകളുണ്ട് സിനിമയിൽ. അരുണിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ കാണാറുണ്ട്, അരുണ് വളരെ വിഷമത്തോടെ എഴുതുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇനിയും പാരകൾ വരാൻ സാധ്യതയുണ്ട് അല്ലേ? കാരണം ഇത് ഞാൻ ചേട്ടൻ പറഞ്ഞത് തന്നെ, ഇതൊരു ചരിത്ര മുഹൂർത്തമാണ്.
കാരണം ആരും ചെയ്യാൻ മടിക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ ചെയ്യുന്നത്. ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. ഇതൊരു വലിയൊരു ദൗത്യമാണ്. ഇതൊരു വലിയൊരു ദൗത്യം. ആ ദൗത്യം നമ്മൾ ഏറ്റെടുക്കുകയാണ്. ആ ദൗത്യം ഏറ്റെടുക്കുമ്പോഴത്തേക്കും പുറകിൽ നിന്നും ഒത്തിരി കുത്തിത്തിരിപ്പുകളും പാരകളും എല്ലാം വരാറുണ്ട്, വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാം അതിൻ്റെ ഒരു രീതിയിൽ ഞാൻ കണ്ടിട്ട് മുന്നോട്ട് പോകുന്നു. അരുണിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളുടെ ഇടയിൽ ഒരു ആരോപണം വന്നിരുന്നു. അത് അരുൺ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞില്ല. കുറച്ച് നാൾക്ക് മുമ്പ് ഞാൻ കണ്ട ഒരു കാര്യമാണ്. അരുൺ ഇതിനു മുമ്പും സിനിമ ചെയ്യണമെന്ന് പറഞ്ഞ് പലരും പൈസ വാങ്ങി സിനിമ ചെയ്യാതിരുന്നു എന്നൊക്കെ ആരോപണം വന്നു. അതിനെങ്ങനെയാണ് നേരിട്ടത്? അത് നമ്മളങ്ങനെ ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്ത 2 സിനിമയെ നമ്മൾ തിയേറ്ററിൽ എത്തിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു സിനിമയുടെ വഴിയെ പോവുകയാണ്. മലയാളത്തിലെയും തമിഴിലെയും ഒക്കെ ഹിന്ദിയിൽ നിന്ന് ആളുണ്ടല്ലേ? ഹിന്ദിയിൽ നിന്ന് ആരൊക്കെയാണ് ഉള്ളത്? ഇനി വിവേക് ഒബ്ര, അങ്ങനെ വലിയ വിവേക് ഒബ്രോയെ പോലുള്ള ആളുകളെ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ സിനിമയുടെ ക്രൂ ആരൊക്കെയാണ്? ഇതിനകത്തിൽ മലയാളത്തിലെ പ്രമുഖ ടെക്നീഷ്യന്മാരാണ് സിനിമയിൽ. അതായത് ആർട്ട് ജോസഫ് നെല്ലിക്ക് സാറാണ് ചെയ്യുന്നത്. പിന്നെ പ്രൊഡക്ഷൻ കൺട്രോൾ വിനോദ് പറവൂർ, പ്രൊഡ്യൂസർ ജഗദമ്പി കൃഷ്ണ, മരടിലുള്ള എറണാകുളം തന്നെയുള്ളതാണ്. പിന്നെ 4 പേരാണ്. UK 3 പേര് പാർട്ട്നേഴ്സ് ഉണ്ട്. അങ്ങനെയാണ് ക്രൂ മെമ്പേഴ്സ്. ഏകദേശം എത്രത്തോളം രൂപ ചിലവ് വരുന്ന സിനിമയാണ്? നമുക്ക് ഒരു ബജറ്റ് പറയുന്നില്ല, കാരണം അതൊരു മീഡിയയിലൂടെ പറയാൻ പറ്റില്ല നമുക്ക്. എങ്കിലും ചെറിയ ബഡ്ജറ്റ് അല്ല, ചെറിയ ബജറ്റ് അല്ല, വലിയൊരു ക്യാൻവാസിൽ ചെയ്യുന്നത്. ഒരു വലിയ ക്യാൻവാസിൽ വലിയൊരു സിനിമ, വലിയൊരു കഥ അത് അരുൺ ഒരുക്കുകയാണ്. അരുൺ ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ ദുരിതങ്ങളിലൂടെ വന്ന് സിനിമയിലെത്തിയ ആളാണ്. ഇപ്പോഴും കഷ്ടപ്പെടാനൊരു മടിയില്ലല്ലേ? അരുണിൻ്റെ അച്ഛനെ അമ്മയെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. അച്ഛനും അമ്മയും സാധാരണ ആൾക്കാർ, അവർ വീട്ടിൽ ഇരിക്കുന്നു, അല്ലാതെ പ്രത്യേകിച്ചൊന്നും പറയാനില്ലായിരുന്നു. സാധാരണ ആണ്. അരുണ് മരണപ്പെട്ടു പോയി എന്ന് പറഞ്ഞിട്ട് ഒരു കഥയുണ്ടായിരുന്നു. അതാ ഞാൻ ഇതിനു മുമ്പേ പറഞ്ഞ ഒരു സ്റ്റോറി ഉണ്ടല്ലോ. അതായത് ഞാൻ നാട് വിട്ടിവിടെ വന്നപ്പോഴത്തേക്കും പറഞ്ഞില്ല, നാട് വിട്ട് ഇവിടെ എത്തി ജോലിക്ക് കയറിയത് പറഞ്ഞു. അവിടെ നിന്ന് നാട് വിട്ട് വന്നത്, വീട്ടിൽ നിന്നൊക്കെ നാട് വിട്ടാണ് വന്നത്. സിനിമയ്ക്ക് വേണ്ടി ഇറങ്ങിയതാണോ അതോ ജീവിക്കാൻ മാർഗമില്ലാത്തതുകൊണ്ട്? അല്ല, സിനിമയ്ക്ക് വേണ്ടി അന്ന് ഇറങ്ങിയതാണ്. ഇപ്പോൾ നാട് വിട്ട് ഇറങ്ങി ഇവിടെ വന്നപ്പോഴത്തേക്കും കുറേ വർഷങ്ങൾ കഴിഞ്ഞാൽ നാട്ടിലോട്ട് എത്തുന്നത്. അപ്പോൾ അതിനു മുമ്പേ അമ്മയൊക്കെ എന്നെയൊക്കെ തിരക്കുന്നുണ്ട് ഞാൻ എവിടെ ആണെന്നൊക്കെ. അപ്പം പത്രങ്ങളിൽ അമ്മ നോക്കുമായിരുന്നു, ഇനിയും എവിടെയെങ്കിലും റെയിൽവേ സ്റ്റേഷനിലോ എവിടെയൊക്കെ കിടപ്പുണ്ടോ എന്നൊക്കെ അമ്മ നോക്കുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം രാത്രിയിലാണ് കയറി ചെല്ലുന്നത് വീട്ടിൽ. മരണപ്പെട്ടു പോയി എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടായി. കാരണം അന്ന് ഫോൺ ഉപയോഗിക്കാനൊന്നും പറ്റില്ല, കോൾ വിളിക്കാനൊന്നും പറ്റിയില്ലായിരുന്നു. അമ്മയ്ക്കൊക്കെ കാണാത്തതുകൊണ്ട് അമ്മയൊക്കെ വിചാരിച്ച് ഞാൻ മരണപ്പെട്ടു പോയോ എന്നുള്ള ഒരു ചിന്ത വന്നിട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം വീട്ടിലേക്ക് രാത്രി ഈ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ സിനിമക്കാരനായിട്ടാണോ ചെയ്യുന്നത്? അല്ലല്ല, ഹോട്ടൽ പണി തന്നെയായിരുന്നു. ഇപ്പോൾ അവരുടെയൊക്കെ അവസ്ഥ എന്താ? ഇപ്പോൾ എല്ലാവരും ഹാപ്പി അല്ലേ? കാരണം വിവാഹിതനായി ഫാമിലി സെറ്റായി. അച്ഛനും അമ്മയൊക്കെ മകനെ ചേർത്ത് പിടിക്കുന്നു അല്ലേ? ഒരു സമയത്ത് മരണപ്പെട്ടു പോയി എന്ന് അവർ കരുതിയിരുന്ന മകൻ തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നു. അതിനുശേഷം എന്താ ഇപ്പോൾ 2 കഴിഞ്ഞ് 3ാമത്തെ സിനിമയിലേക്ക് ഇറങ്ങും. അതും ഇന്ത്യയിലെ തന്നെ പ്രമുഖ കലാകാരന്മാരെ വെച്ച് ഒരു വലിയ, മലയാളത്തിലെ തന്നെ ഒരു വലിയ സിനിമയാണ്. അപ്പോൾ ഗംഭീരമാവട്ടെ. അരുണിൻ്റെ വിശേഷങ്ങൾ ഇനി ഒരുപാട് ചോദിച്ചറിയാനുണ്ട്. സമയത്തിൻ്റെ പരിമിതി ഉള്ളതുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. കാരണം അരുണ് നല്ല തിരക്കിലാണ്, തിരക്കിനിടയ്ക്ക് ഓടിച്ചിട്ട് പിടിച്ചതാണ്. ഈ പ്രേക്ഷകരോട് ഒരു കാര്യം പറയാം. എല്ലാവരും ഈ മഹാത്മായങ്കളിയുടെ പടം സ്വീകരിക്കണം. കാരണം ഇതൊരു ദൗത്യമാണ്. അപ്പം ചേട്ടൻ എന്നെ ഒന്ന് തേടി പിടിച്ചോട്ടല്ല, ഇത് പ്രേക്ഷകർക്കാണ് ഞാൻ തരുന്നത്. കാരണം ഇത് എല്ലാവരും സ്വീകരിക്കണം. അതൊരു വിജയം എന്നുപരി ഇത് ജനങ്ങളിലെത്തണം. ഈ സിനിമ ആരാണ് മഹാത്മായങ്കാളി എന്ന് പറയുന്ന നവോത്ഥാന നായകൻ ആരാണെന്ന് ഇവിടുത്തെ യുവതലമുറയിൽ വരുന്ന തലമുറയ്ക്ക് അറിയിച്ചു കൊടുക്കണം. അതാണ് എൻ്റെ ലക്ഷ്യം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെ വളർന്നു വന്ന ഒരു നാട്ടിൻപുറത്തുകാരൻ മലയാളത്തിലെ ഏറ്റവും വലിയൊരു സിനിമയിലേക്ക് കിടക്കുകയാണ്. അതും മഹാത്മാ അയ്യങ്കാളിയുടെ ജീവചരിത്രം. സിനിമ നല്ല വിജയമാകട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു.